വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ ശ്യാമയെ ഉപദ്രവിച്ചത് കൊണ്ടല്ലേ ശാലിനി തല്ലിയത് എന്നിങ്ങനെ സത്യഭാമ പറയുമ്പോൾ ഞാൻ ശ്യാമയെ ഉപദ്രവിച്ചിട്ടില്ല സത്യാമ്മയെന്ന് കാർത്തിക പറയുകയാണ്. അന്നേരം വിഷ്ണു സംഭവമൊന്നും മനസ്സിലാവാതെ ഇങ്ങനെ എല്ലാവരെയും മാറി മാറി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അന്നേരം സത്യഭാമ പറയുന്നുണ്ട്, ഇത് തന്നെയാണ് പൊന്നിയും പറഞ്ഞത്, അതിൻ്റെ സാധനങ്ങളൊന്നും അവൾ വലിച്ചു വാരി ഇട്ടില്ല, പരിശോധിച്ചില്ല എന്നുള്ളതെന്നൊക്കെ. തുടർന്ന് ശാലിനി പറയുന്നുണ്ട്, കാർത്തിക ശ്യാമയെ ഉപദ്രവിച്ചിട്ടില്ലെങ്കിൽ ഞാനവളെ തല്ലിയിട്ടുമില്ല എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം സത്യഭാമയ്ക്ക് ഏകദേശം എന്തൊക്കെയോ മനസ്സിലാവുന്നുണ്ട്. ഭാമയാണെങ്കിൽ ഇപ്പോൾ പ്രശ്നമൊക്കെ തീർന്നില്ലേ എന്നിങ്ങനെ പറയുകയാണ്. അല്ലേടാ വിഷ്ണു എന്നിങ്ങനെ ചോദിക്കുമ്പോൾ വിഷ്ണു വേറെന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കാർത്തികയുടെ പെരുമാറ്റമൊക്കെ. പക്ഷേ പെട്ടെന്ന് അതേ അമ്മയെന്നും പറഞ്ഞിങ്ങനെ തലവുലിക്ക് സമ്മതിക്കുന്നുണ്ട്. തുടർന്ന് അതെങ്ങനെ ശരിയാവും, ഞാനല്ലേ തല്ലുകൊണ്ടതെന്നും പറഞ്ഞ് വീണ്ടും കാർത്തിക നിൽക്കുകയാണ്. അന്നേരം മോളിങ്ങ് വന്നേ ഒരു കാര്യം പറയട്ടെ എന്ന് പറഞ്ഞിട്ട് ഭാമയാണെങ്കിൽ കാർത്തികയുടെ കൈയും പിടിച്ചങ്ങ് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അതേസമയം വിഷ്ണു അവിടെയൊക്കെ ശ്രദ്ധിക്കുകയാണ് എന്താണ് സംഭവം എന്നുള്ള രീതിക്ക്. അന്നേരം ശാലിനി ഇങ്ങനെ വിഷ്ണുവിനെ തന്നെ നോക്കുമ്പോൾ വിഷ്ണു നേരത്തെ കള്ളങ്ങളൊക്കെ പറഞ്ഞല്ലോ, അതുകൊണ്ടായിരിക്കും ശാലിനി നോക്കുന്നതെന്ന് ധരിച്ച് വിഷ്ണു ആണെങ്കിൽ പെട്ടെന്ന് അവിടെ നിന്ന് അങ്ങ് തടി തപ്പുകയാണ്. തുടർന്ന് പുറത്തേക്ക് സത്യഭാമ കാർത്തികയെ കൊണ്ടുപോയല്ലോ. തുടർന്ന് കാർത്തിക അടുത്തേക്ക് വിളിച്ചിട്ട് സത്യഭാമ ചോദിക്കുന്നുണ്ട്, അല്ല മോൾ അനാഥാലയത്തിൽ വളർന്നു എന്നല്ലേ പറഞ്ഞതെന്ന്. അന്നേരം അതേ സത്യാമ്മ എന്തെങ്കിലും സംശയം ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ഇല്ല, അതൊന്നും എനിക്ക് സംശയമൊന്നുമില്ല, പിന്നെ അവിടെ ഈ മെഡിക്കൽ ചെക്കപ്പ് ഒക്കെ കാര്യമായിട്ട് നടത്തിയിരുന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. അന്നേരം അതെല്ലാം നടത്തിയിരുന്നു എന്ന് പറയുമ്പോൾ അതല്ല, ഞാൻ ശരീരത്തിൻ്റെ കാര്യമല്ല ഉദ്ദേശിച്ചത്, ഈ മനസ്സിൻ്റെ കാര്യം എന്നിങ്ങനെ പറയുമ്പോൾ കാർത്തികയ്ക്ക് കാര്യം പിടികിട്ടുകയാണ്. സത്യഭാമ വിചാരിക്കുന്നത് അവിടെ കാർത്തികയ്ക്ക് എന്തോ മാനസിക വിഭ്രാന്തി ഉണ്ടായി, പൊന്നി സാധനങ്ങൾ പരിശോധിച്ചു എന്ന് തോന്നിയതും ശ്യാമ സംസാരിച്ചു എന്ന് തോന്നിയതും ഒക്കെ ആയിട്ടാണ് സത്യഭാമ തൻ്റെ സംശയം അവിടെ അങ്ങ് വെട്ടി തുറന്ന് കാർത്തികയോട് പറയുന്നുണ്ട്. അല്ല, ഈ അടുക്കി വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ വലിച്ചു വാരി ഇടുകയും പിന്നെ അനങ്ങാതെ കിടക്കുന്ന ആൾ സംസാരിച്ചു എന്നൊക്കെ തോന്നുന്നതും അതൊക്കെ ചില മനസ്സിൻ്റെ ചില വിഭ്രാന്തി ഉണ്ടാണ്, അതിനൊക്കെ ചികിത്സയില്ല എന്നല്ല എന്നൊക്കെ പറയുമ്പോൾ അല്ല സത്യാമ്മയെന്നും പറഞ്ഞ് തിരിച്ച് കാർത്തിക പറയാനായിട്ട് വരുന്നുണ്ട്. പക്ഷേ ഭാമ സമ്മതിക്കുന്നില്ല. മോള് വിഷമിക്കുകയൊന്നും വേണ്ട, അതിനൊക്കെ ചികിത്സയുണ്ട്, എല്ലാം ശരിയാവുന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ മോളൊന്ന് സൂക്ഷിക്കണം, അസുഖമൊക്കെ മാറുന്നത് വരെ. പിന്നെ മോൾ ആ ശാലിനിയെ ഒന്ന് പേടിക്കണം കേട്ടോ, പിന്നെ മോളൊന്ന് റിലാക്സ് ചെയ്ത് കൂളായിട്ടിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ താഴേക്ക് ചെല്ലട്ടെ എന്നും പറഞ്ഞിട്ട് ഭാമ പെട്ടെന്ന് അവിടെ നിന്ന് തടി തപ്പുകയാണ്. ഇനിയും കാർത്തിക ചിലപ്പോൾ വയലൻ്റ് ആകും എന്നൊക്കെ ഉദ്ദേശിച്ചാണ് ഭാമ ഒരു പേടി എന്ന പോലെ കാർത്തിക അടുത്ത് നിന്നും അങ്ങ് പോകുന്നുണ്ട്. ഇതേ സമയം ശാലിനിയാണെങ്കിൽ റൂമിലേക്കാണല്ലോ. പൊന്നി അങ്ങ് പെട്ടെന്ന് പോകാൻ തുടങ്ങുമ്പോൾ നിന്നേ പൊന്നി എന്ന് പറയുകയാണ്. എന്നിട്ട് ശ്യാമ സംസാരിച്ചു എന്ന് ചോദിക്കുമ്പോൾ കാർത്തിക വെറുതെ അങ്ങനെയൊന്നും പറയില്ല എന്നിങ്ങനെ, എന്തുകൊണ്ടാണ് അവൾക്ക് അങ്ങനെ പ്രകോപനം ഉണ്ടായതെന്നൊക്കെ ചോദിക്കുമ്പോൾ ആ പെണ്ണ് പച്ച കള്ളമാണ് പറയുന്നത്, ഞാൻ കാർത്തികയുടെ റൂമിലേക്ക് ചെല്ലുമ്പോൾ അവിടെ സാധനങ്ങളൊക്കെ വലിച്ചു വാരി ഇട്ടിരിക്കുകയായിരുന്നു, അപ്പോൾ ഞാനാണ് ചെയ്തത് എന്ന് പറഞ്ഞിട്ട് പിന്നെ ശ്യാമ കുഞ്ഞാണ് എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചതെന്നൊക്കെ പറഞ്ഞ് ചാടിത്തുള്ളി ഇങ്ങോട്ട് വരുന്നത് കണ്ടു. അതുകൊണ്ട് എന്തെങ്കിലും പിന്നെ ശ്യാമയെ ചിലപ്പോൾ ശ്യാമ കുഞ്ഞിനെ ഉപദ്രവിക്കുമെന്ന് കരുതി ഞാൻ അതുകൊണ്ടാണ് കുഞ്ഞിനോട് വന്ന് പറഞ്ഞത് എന്നിങ്ങനെ കള്ളമായിട്ട് തന്നെ അങ്ങ് പൊന്നി പെട്ടെന്നങ്ങ് പറഞ്ഞ് ഒപ്പിക്കുകയാണ്, ഒരു സംശയം തോന്നാത്ത വിധം. അന്നേരം എങ്കിൽ ശരി പൊന്നി വയ്ക്കുള്ളൂ എന്നിങ്ങനെ ശാലിനി പറയുമ്പോൾ തൽക്കാലം രക്ഷപ്പെട്ടു എന്നിങ്ങനെ പറഞ്ഞിട്ട് ശ്യാമയെ ശ്രദ്ധിച്ചിട്ട് പൊന്നി പെട്ടെന്നങ്ങ് പോവുകയാണ്. തുടർന്ന് ശാലിനിയാണെങ്കിൽ ശ്യാമയ്ക്ക് അരികിലേക്ക് ഇരിക്കുന്നുണ്ട്. എന്നിട്ട് ശ്യാമയുടെ കൈ ഇങ്ങനെ പിടിക്കുകയാണ്. മോൾ ഒരുപാട് പേടിച്ചു എന്ന് എനിക്കറിയാം, മോൾ വിഷമിക്കുകയൊന്നും വേണ്ട, പൊന്നി പറഞ്ഞത് പൂർണ്ണമായിട്ടും ഞാനും വിശ്വസിച്ചില്ലെങ്കിലും പിന്നെ മോളെ എനിക്ക് തികച്ചും വിശ്വാസമാണ്, മോൾക്ക് എന്നിൽ നിന്നും ഒന്നും ഒളിക്കാനോ മറയ്ക്കാനോ ഒന്നുമില്ല, മോൾക്ക് കണ്ണും കാതും ഒക്കെ ആയിട്ട് ഈ കുഞ്ഞേച്ചി കൂട്ടിനുണ്ടാകും, ആ കാർത്തിക് എന്തോ മാനസിക വിഭ്രാന്തി തോന്നിയതാകാം, അത് അത്രേ ഉള്ളൂ എന്നൊക്കെ പറയുമ്പോൾ ശ്യാമയങ്ങ് മനസ്സിൽ സങ്കടപ്പെടുകയാണ്. പിന്നെ ആ ഒരു കുറ്റബോധമാണ് എൻ്റെ മനസ്സിൽ കിടന്ന് നീറുന്നത്, ഞാൻ ആദ്യമായിട്ടൊരു കള്ളം ചെയ്യുകയാണ്, എൻ്റെ കുഞ്ഞേച്ചിക്കും വിഷ്ണുവേട്ടനെയും തമ്മിൽ ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്, അല്ലാതെ എനിക്ക് വേറെ മാർഗ്ഗമില്ല എന്നൊക്കെ പറഞ്ഞ് ശ്യാമയുടെ കണ്ണിൽ നിന്ന് ഇങ്ങനെ കണ്ണീരൊക്കെ വരികയാണ്. അന്നേരം ശാലിനി പറയുന്നുണ്ട്, മോൾ എന്തിനായി കരയുന്നത്, കരയേണ്ട യാതൊരു ആവശ്യവുമില്ല, അവൾ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി പോയതാണ്, കുഞ്ഞേച്ചി എപ്പോഴും മോൾക്ക് കൂടെ ഉണ്ടാകും എന്ന് പറഞ്ഞ് ശ്യാമയങ്ങ് ആശ്വസിപ്പിക്കുകയാണ്. പക്ഷേ വല്ലാത്തൊരു മാനസിക വിഷമത്തിൽ കിടക്കുകയാണ് ശ്യാമയുടെ. ഇതേസമയം അകത്തെ റൂമിലേക്ക് പോയ കാർത്തികയാണെങ്കിൽ ആകെ അങ്ങ് ദേഷ്യത്തിലാണ്. ശാലിനി അങ്ങ് തല്ലിയതും പിടിച്ച് തള്ളിയതും സത്യഭാമയുടെ മുമ്പിൽ കള്ളം പറഞ്ഞതൊക്കെ ഓർക്കുന്ന കാർത്തികയ്ക്ക് അങ്ങ് ആകെ ദേഷ്യം. എന്നിട്ട് കൈയൊക്കെ അങ്ങോട്ട് ചുരുട്ടി പിടിച്ച് പല്ലൊക്കെ കടിച്ചു പിടിക്കുകയാണ്. എന്നിട്ട് ഈ അടികൊണ്ട കവിൾ ഇങ്ങനെ കൈകൊണ്ട് വെച്ചിട്ട് പറയുന്നുണ്ട്, എന്തായാലും ശാലിനി നീ ഒന്ന് ഉറപ്പിച്ചോ, ഞാനിനി എന്തായാലും വിഷ്ണുവേട്ടൻ്റെ വ്യാജ ഭാര്യയല്ല, ഒറിജിനൽ ഭാര്യയായിട്ട് തുടരാനായിട്ട് പോവുകയാണ്, നിനക്ക് ഞാൻ വിട്ടു തരില്ല എന്നൊക്കെ പറഞ്ഞ് ഒരു വാശിയിലെന്നോണം അങ്ങനെ നിൽക്കുന്നുണ്ട്. അതേപോലെ ശാലിനിയും കാണിക്കുന്നുണ്ട്, ആ ഒരു ദേഷ്യത്തിൽ നിൽക്കുന്ന ശാലിനിയും കാണിക്കുകയാണ്.
തുടർന്ന് വിഷ്ണുവാണ് രാത്രി വിഷ്ണുവാണെങ്കിൽ റൂമിൽ ഇങ്ങനെ കിടക്കുകയാണ്. അന്നേരം വിഷ്ണു പെട്ടെന്ന് ഇങ്ങനെ തിരിയുമ്പോൾ വിഷ്ണുവിൻ്റെ വയ്യാത്ത കാലിലേക്ക് ആ മറ്റേ കാലിങ്ങനെ പെട്ടെന്ന് വന്ന് വീഴുമ്പോൾ വിഷ്ണുവിന് നന്നായിട്ട് വേദനിക്കുകയാണ്. അന്നേരം വിഷ്ണു പെട്ടെന്ന് ചാടി എഴുന്നേൽക്കുന്നു. വേദന കൊണ്ട് നന്നായിട്ട് വേദനിക്കുന്നുണ്ട്. അതിനുശേഷം വിഷ്ണു ആണെങ്കിൽ കട്ടിൽ എഴുന്നേറ്റിരിക്കുകയാണ്. എന്നിട്ട് അമ്മയും കാർത്തികയും എന്നൊക്കെ വിളിക്കുകയാണ്. ആരും ഇല്ല ഇവിടെ. മനുഷ്യനാണെങ്കിൽ തണുത്തിട്ട് വയ്യ, ഒരു പുതപ്പിങ്ങോട്ട് എടുത്ത് താന്നും പറഞ്ഞിട്ട് അമ്മയെന്നും കാർത്തികയെന്നൊക്കെ പറഞ്ഞ് വിഷ്ണു അവിടെ കിടന്ന് ഉറക്കെ വിളിക്കുകയാണ്. വേദനയും കാരണം വിഷ്ണു ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതേ സമയത്ത് ശാലിനി ആണെങ്കിൽ താഴെ സ്റ്റെയർ കയറി ഇങ്ങനെ മുകളിലേക്ക് കയറി വരുമ്പോൾ വിഷ്ണു ഇങ്ങനെ നടന്ന് വിളിക്കുന്ന കേൾക്കുകയാണ്. തുടർന്ന് ശാലിനി റൂമിൻ്റെ വാതിൽക്കലേക്ക് വന്ന് നിൽക്കുന്നുണ്ട്. പക്ഷേ വിഷ്ണു കാണുന്നില്ല. വിഷ്ണു വീണ്ടും അങ്ങ് കാർത്തികയെ അമ്മയെന്നൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരം ശാലിനി ഇങ്ങനെ ചുമച്ച് കാണിക്കുകയാണ്. അന്നേരം വിഷ്ണു കാണുന്നുണ്ട്. അന്നേരം അവരിങ്ങനെ കണ്ണിൽ നോക്കുകയാണ്. അതിനുശേഷം ശാലിനി അങ്ങ് അകത്തോട്ട് കയറുന്നുണ്ട്. അന്നേരം ഇയാൾ ഇവിടെ ഉണ്ടായിരുന്നോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ശാലിനി പെട്ടെന്ന് ഇച്ചിരി ദേഷ്യത്തോടെ പറയുന്നുണ്ട്, അതെ ഞാൻ വിളിക്കുന്നുണ്ടോ എന്നും പറഞ്ഞ് വെളിയിൽ പുറത്ത് കാത്തു നിൽക്കുകയായിരുന്നു എന്ന് പറയുകയാണ്. കാത്തു നിൽക്കേണ്ട ആവശ്യം എന്താ, പെട്ടെന്ന് കയറി വന്നൂടെ എന്നിങ്ങനെ വിഷ്ണു ചോദിക്കുന്നുണ്ട്. അന്നേരം അതിന് എന്നെ അല്ലല്ലോ വിളിച്ചത്, വേറെ ആരെയൊക്കെ പേരല്ലേ വിളിച്ചത് എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം വിഷ്ണു പറയുന്നുണ്ട്, അതിനു മുന്നേ ഞാൻ അമ്മേ എന്നിങ്ങനെ വിളിച്ചല്ലോ, അത് കേട്ടില്ലേ എന്ന് ചോദിക്കുകയാണ് വിഷ്ണു. ഒരു തമാശയിലും ചിരിച്ചുകൊണ്ടൊക്കെയാണ് വിഷ്ണു സംസാരിക്കുന്നത്. പക്ഷെ ശാലിനി ആ ഒരു പിണക്ക ഭാവത്തിൽ നിൽക്കുകയാണ്. അന്നേരം പറയുന്നുണ്ട്, പിന്നെ നെഞ്ച് കീറി കേൾക്കേണ്ടതൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട്, നെഞ്ച് കീറി നിലവിളിച്ചാലും കേൾക്കാത്തവരല്ലേ ഇവിടെ ചുറ്റുമുള്ളത് എന്നിങ്ങനെ ശാലിനി പറയുകയാണ്. എന്നിട്ടും ശാലിനി ആണെങ്കിൽ വിഷ്ണുവിനെ ഇങ്ങനെ ദയനീയമായി നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അന്നേരം വിഷ്ണു പറയുന്നുണ്ട്, ഇതെല്ലാം ഒരു നാടകമാണെന്ന് തന്നെ ഒന്ന് ചേർത്ത് പിടിച്ച് അതിലേക്ക് ഒന്ന് ചേർത്ത് പിടിച്ച് 1000 തവണ 1 കോടി തവണ തന്നോട് പറയണമെന്നുണ്ട്. പക്ഷേ എനിക്കത് കഴിയുന്നില്ല. തന്നെ കൊണ്ട് സത്യം പറയിപ്പിക്കാനുള്ള വേണ്ടിയാണ് ഞാനിതൊക്കെ ശ്രമിക്കുന്നത്. തൻ്റെ കണ്ണിൽ ഒരു പൊടി വീണാലുണ്ടാകുന്ന കണ്ണുനീര് പോലും തോരാത്തൊരു മഴയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. തന്നെ എനിക്ക് അത്രയ്ക്ക് ജീവനാണെന്നൊക്കെ ഇങ്ങനെ വിഷ്ണു മനസ്സിൽ പറയുകയാണ്. തുടർന്ന് ഇപ്പോൾ എന്താ വേണ്ടത്, പുതപ്പല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം അതേന്ന് പറയുമ്പോൾ തിരിഞ്ഞു നിന്നിട്ട് ശാലിനി ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ കാലിന് എങ്ങനെയുണ്ടെന്ന്. ഇപ്പോഴെങ്കിലും ചോദിക്കാൻ തോന്നിയല്ലോ എന്നിങ്ങനെ വിഷ്ണു പറയുമ്പോൾ അതിനൊക്കെ ഇപ്പോൾ വേറെ ആൾക്കാരുണ്ടല്ലോ എന്നിങ്ങനെ പറഞ്ഞിട്ട് പിണക്കത്തിലാണ് ശാലിനി പറയുന്നത്. എന്നിട്ട് ശാലിനി ആണെങ്കിൽ ഷെൽഫ് തുറന്ന് പുതപ്പെടുത്തുകൊണ്ട് വരികയാണ്. തുടർന്ന് ശാലിനി പറയുകയാണ്, പറഞ്ഞാൽ കേൾക്കാതെ അങ്ങോട്ട് ഓടിയിട്ടല്ലേ, അപ്പോൾ വേദനയൊക്കെ ഉണ്ടാവും, അല്ല വേദന കുറവുണ്ടോ എന്ന് പറഞ്ഞില്ല എന്നിങ്ങനെ ചോദിക്കുകയാണ്. പുതപ്പം കയ്യിൽ പിടിച്ചുകൊണ്ട്. ഇപ്പം കുറവുണ്ട്, ചില സമയത്ത് എല്ലാ വേദനയും ഒക്കെ പെട്ടെന്ന് പോകുമല്ലോ എന്ന് പറഞ്ഞിട്ട് വിഷ്ണു ശാലിനി അങ്ങ് അടിമുടി ശ്രദ്ധിക്കുകയാണ്. അന്നേരം ശാലിനി അങ്ങ് ശ്രദ്ധ മാറ്റുന്നുണ്ട് വിഷ്ണുവിൽ നിന്നും. എന്നിട്ട് അതിങ്ങ് താ എന്ന് പറഞ്ഞ് വിഷ്ണു ഇങ്ങനെ കൈ നീട്ടുമ്പോൾ കിടന്നോ ഞാൻ പുതപ്പിച്ച് തരാമെന്ന് പറയുകയാണ്. ഈ സമയത്ത് രോഹിത് ആണെങ്കിൽ ഇങ്ങനെ താഴെ നിന്ന് കയറി വരുമ്പോൾ ഇവരുടെ സംസാരം കേട്ട വാതിൽക്കൽ നിൽക്കുകയാണ്. രോഹിത് ഇതൊക്കെ ശ്രദ്ധിച്ച് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. വാതിൽക്കൽ തന്നെ നിൽക്കുന്നുണ്ട്. അന്നേരം രോഹിത്തിന് ചിരിയും ചെറിയൊരു നാണമൊക്കെ തോന്നുകയാണ് ഇവരുടെ സംഭാഷണമൊക്കെ കണ്ടിട്ട്. തുടർന്ന് വിഷ്ണുവും കട്ടിലേക്ക് പതിയെ കിടക്കുകയാണ്. അന്നേരം ശാലിനി ഇങ്ങനെ മൂടി കൊടുക്കുന്നുണ്ട്. അന്നേരവും വിഷ്ണു ശാലിനിയെ തന്നെ അങ്ങ് ശ്രദ്ധിക്കുകയാണ്. ശാലിനിക്ക് ചെറുതായിട്ട് നാണമൊക്കെ വരുന്നുണ്ട്. അതിനുശേഷം ശാലിനി ആണെങ്കിൽ ചോദിക്കുന്നുണ്ട്, അല്ല ഈ സമയത്ത് പനി വരാനെന്തോ പതിവുള്ളതല്ലല്ലോ, ചൂടുണ്ടോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അന്നേരം വിഷ്ണു ഇങ്ങനെ ശാലിനിയെ തന്നെ നോക്കി കിടക്കുകയാണ്. മടിച്ച് ശാലിനിയാണെങ്കിൽ വിഷ്ണുവിൻ്റെ നെറ്റിയിലേക്ക് കൈവയ്ക്കുന്നുണ്ട്, കഴുത്തിലേക്കും കൈവയ്ക്കുകയാണ്. എന്നിട്ട് ഇങ്ങനെയെങ്കിൽ തിരിയുമ്പോൾ ശാലിനി എന്നിങ്ങനെ വിഷ്ണു വിളിക്കുകയാണ്. അന്നേരവും രോഹിത് ചിരിച്ചുകൊണ്ട വാതിൽക്കൽ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ പഴയ പ്രണയത്തിൻ്റെ തിളക്കമൊന്നും മാറിയിട്ടില്ലല്ലേ എന്നിങ്ങനെ രോഹിത് മനസ്സിലിങ്ങനെ കരുതുകയാണ്. തുടർന്നാണെങ്കിൽ മെഡിസിൻസൊക്കെ കഴിച്ചതല്ലേ എന്നിങ്ങനെ, പുറമേ ചൂടൊന്നുമില്ല എന്ന് ശാലിനി പറയുമ്പോൾ അകം എരിയുന്നുണ്ടെന്ന് പറയുകയാണ്. അന്നേരം മെഡിസിൻസൊക്കെ കഴിച്ചതല്ലേ എന്നിങ്ങനെ ശാലിനി ചോദിക്കുമ്പോൾ എടുത്തു തരാൻ ആളില്ലല്ലോ എന്നിങ്ങനെ, ആരെടുത്ത് തരാനാ എന്നിങ്ങനെ വിഷ്ണു പറയുമ്പോൾ അതിനൊക്കെ ആളുണ്ടല്ലോ എന്നിങ്ങനെ വീണ്ടും ശാലിനി പറയുകയാണ്. അന്നേരം ആഗ്രഹിച്ച ആളില്ലല്ലോ എന്നിങ്ങനെ വീണ്ടും വിഷ്ണു പറയുകയാണ്. അന്നേരം ആഗ്രഹങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കുകയല്ലേ എന്നിങ്ങനെ ശാലിനി തിരിച്ചു പറയുകയാണ്. തുടർന്നും വിഷ്ണു ശാലിനി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അന്നേരം മനസ്സിൽ വിഷ്ണു കരുതുകയാണ്, ആഗ്രഹമല്ല വിഗ്രഹം, അത് എൻ്റെ മരണം വരെ താൻ തന്നെയായിരിക്കും എൻ്റെ മനസ്സിലെ ഏക വിഗ്രഹം എന്നിങ്ങനെ വിഷ്ണു മനസ്സിൽ കരുതുകയാണ്. തുടർന്ന് മെഡിസിൻ എവിടെയും ചോദിക്കുമ്പോൾ ആ ഡ്രയർ വിഷ്ണു ചൂണ്ടി കാണിക്കുന്നുണ്ട്. അതിൽ നിന്നും ബോക്സ് എടുക്കുകയാണ്. മുകളിലത്തെ എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ഇതോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ശാലിനി ഒരെണ്ണെടുത്ത് കാണിക്കുമ്പോൾ അതേന്ന് പറയുകയാണ്. അന്നേരം രോഹിത് പറയുകയാണ്, പ്രണയം, പരിഭവം, പിണക്കം ഇതൊക്കെ മാറാനായിട്ട് കുറച്ച് ടൈം എടുക്കും. 90s മോഡൽ തന്നെയാണ്. അതിനിപ്പോൾ എന്താ ചെയ്യുക എന്നും പറഞ്ഞ് ഇങ്ങനെ നോക്കുമ്പോഴും ആ വാതിൽ തന്നെയാണ് രോഹിത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഇതങ്ങ് അടച്ചേക്കാമെന്ന് പറഞ്ഞിട്ട് രോഹിത് വെളിയിലേക്ക് ഇറങ്ങിയിട്ട് ഡോറങ്ങ് ലോക്ക് ചെയ്ത് പൂട്ടിയെടുക്കുകയാണ്. എന്നിട്ട് രോഹിത് പറയുകയാണ്, ഇപ്പോൾ ആവശ്യം പോലെ സമയം കിട്ടും, അല്ല ഇനി ഫോണിൽ വിളിച്ചാലോ എന്ന് പറഞ്ഞിട്ട് ഫോൺ അങ്ങ് സ്വിച്ച് ഓഫ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് രോഹിത് തൻ്റെ ഫോൺ ഓഫ് ചെയ്തിട്ട് അങ്ങ് തൻ്റെ റൂമിലേക്ക് അങ്ങ് പോകുന്നുണ്ട്.
തുടർന്ന് ടാബ്ലറ്റ് കഴിക്കാനായിട്ട് വിഷ്ണു എഴുന്നേറ്റിട്ട് അങ്ങോട്ട് തിരിയാനായിട്ട് നോക്കുമ്പോൾ വിഷ്ണു പെട്ടെന്നങ്ങ് വീഴാൻ പോവുകയാണ്. കട്ടിലിൽ തന്നെ ഒരു സൈഡിലേക്ക് അങ്ങ് ചരിഞ്ഞു പോവുകയാണ്. അന്നേരം വിഷ്ണു എന്നും പറഞ്ഞിട്ട് ശാലിനി പെട്ടെന്ന് അങ്ങോട്ട് പിടിക്കുകയാണ്. അന്നേരം വിഷ്ണു ആണെങ്കിൽ ശാലിനിയുടെ ആ കൈയിലേക്കും അങ്ങ് പിടിക്കുന്നുണ്ട്. അന്നേരം അവരിങ്ങനെ കുറേ നേരം നോക്കി നിൽക്കുന്ന ആ ഒരു സീൻ കാണിക്കുന്നുണ്ട്. അതിനുശേഷം വിഷ്ണു ആണെങ്കിൽ പെട്ടെന്ന് ശാലിനി അങ്ങ് കൈവിടുന്നുണ്ട്. വിഷ്ണു കൈ അങ്ങോട്ട് മാറ്റുകയാണ്. ശേഷം ഗുളിക കൊടുക്കുന്നുണ്ട്. ഗുളിക കൊടുക്കുമ്പോൾ ഗുളിക ഇങ്ങനെ വിഷ്ണുവിൻ്റെ കയ്യിലേക്ക് വെച്ച് കൊടുക്കുമ്പോൾ ശാലിനിയുടെ കൈ ഇങ്ങനെ വിഷ്ണുവിൻ്റെ ഉള്ളം കയ്യിൽ തൊടുകയാണല്ലോ. അതൊക്കെ വിഷ്ണു ഇങ്ങനെ ആസ്വദിക്കുകയാണ്. അതിനുശേഷം ഗ്ലാസ് ഇങ്ങനെ കൊടുക്കുമ്പോഴും ശാലിനിയുടെ വിരലിൽ ഇങ്ങനെ വിഷ്ണു പിടിക്കുന്നുണ്ട്. ശാലിനി ഒരു നാണത്തോടെയൊക്കെ അങ്ങ് പുറകോട്ട് മാറുകയാണ്. എന്നിട്ട് വെള്ളം കുടിച്ച് ടാബ്ലറ്റ് കഴിച്ച് വെള്ളം കുടിച്ചതിന് ശേഷം വീണ്ടും ഗ്ലാസ് തിരികെ കൊടുക്കുമ്പോഴും വിഷ്ണു ശാലിനിയുടെ കൈകളിൽ ഇങ്ങനെ പിടിക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് ശാലിനി അങ്ങോട്ട് മാറുമ്പോൾ അപ്പോൾ സ്നേഹമുണ്ട് അല്ലേ എന്നിങ്ങനെ വിഷ്ണു പറയുകയാണ്. അന്നേരം ഹോസ്പിറ്റലിലെ നഴ്സുമാർക്കൊക്കെ സ്നേഹം കാണുമല്ലോ, അതുപോലെ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് ശാലിനി പെട്ടെന്ന് എന്ന് വെച്ചാൽ ഒരു നാണമൊക്കെ കൊണ്ട് വിഷ്ണുവിൻ്റെ മുന്നിൽ പിടിച്ച് നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് വാതിൽക്കൽ അങ്ങോട്ട് വന്നിട്ട് ആ ഡോറ് തുറക്കാൻ നോക്കുമ്പോൾ പറ്റുന്നില്ല. അന്നേരം ഇതെന്താ പറ്റിയത്, ഇത് ലോക്കാണ് എന്നിങ്ങനെ ശാലിനി പെട്ടെന്ന് പറയുകയാണ്. അന്നേരം അത് തുറന്നു കിടക്കുകയായിരുന്നല്ലേ, അതിലൂടെ അല്ലേ താൻ ഇങ്ങോട്ട് കയറി വന്നത് എന്നിങ്ങനെ വിഷ്ണു പറയുകയാണ്. പിന്നെന്താ ഞാൻ കള്ളം പറയുകയാണോ, എനിക്ക് പിന്നെ വന്നങ്ങോട്ട് നോക്ക് എന്നിങ്ങനെ ശാലിനി പറയുന്നുണ്ട്. അങ്ങനെ വിഷ്ണു ആണെങ്കിൽ ആ വയ്യാത്ത കാലം വെച്ച് ഇങ്ങനെ പതുക്കെ പതുക്കെ നടന്നു വരികയാണ്. എന്നിട്ട് അത് ലോക്ക് പിടിച്ച് നോക്കുമ്പോൾ ലോക്ക്, അപ്പോൾ ഇത് പൂട്ടിയിരിക്കുകയാണല്ലോ എന്നിങ്ങനെ വിഷ്ണു പറയുകയാണ്. അത് തന്നെയല്ലേ ഞാനും പറഞ്ഞത് എന്നിങ്ങനെ ശാലിനി പറയുകയാണ്. അന്നേരം ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്ന് പറഞ്ഞിട്ട് ആ ഫോൺ വിളിച്ച് നോക്കാമെന്ന് പറഞ്ഞിട്ട് ശാലിനിയാണെങ്കിൽ രോഹിത്തിന് ഫോൺ ചെയ്യുകയാണ്. അന്നേരം സ്വിച്ച് ഓഫ് എന്ന് പറയുന്നുണ്ട്. അന്നേരം ഇനിയിപ്പോൾ എന്താ ചെയ്യുക, എനിക്ക് പിന്നെ ശ്യാമയുടെ ഫോണിലേക്ക് വിളിക്കുന്ന വിഷ്ണു പറയുന്നുണ്ട്. അന്നേരം ശ്യാമ സംസാരിക്കില്ലല്ലോ, വയ്യാതെ കിടക്കുകയല്ലേ എന്ന് പറയുകയാണ്. അന്നേരം അതിനിപ്പോൾ എന്താ, ഫോൺ ആക്റ്റീവ് ആണല്ലോ, രോഹിത്തിൻ്റെ ഫോൺ വല്ല ചാർജിൽ ഇരിക്കുകയായിരിക്കും, ശ്യാമയുടെ അടുത്ത് രോഹിത്ത് കാണുമല്ലോ, അപ്പോൾ എടുക്കുമല്ലോ, വിളിച്ച് നോക്കെന്ന് പറയുകയാണ്. അന്നേരം ശ്യാമയുടെ ഫോണിലേക്ക് വിളിക്കുമ്പോൾ അതും റീച്ചബിൾ അല്ല, കിട്ടുന്നില്ല. അന്നേരം അതും കിട്ടുന്നില്ല എന്ന് പറയുകയാണ്. അന്നേരം ഇനിയിപ്പോൾ എന്താ ചെയ്യുക, ഇനി വേറെ ആരെങ്കിലും വിളിച്ചു നോക്കെന്ന് പറയുകയാണ്. അന്നേരം വേറെ ആരെ വിളിച്ചു നോക്കാനാണ്, പിള്ളച്ചേട്ടനും പൊന്നിയും കൂടി പൊന്നിയും വീട്ടിലേക്ക് പോയിരിക്കുകയാണ്. അച്ഛനാണെങ്കിൽ സ്റ്റെയർ കയറി മുകളിലേക്ക് വരാനൊക്കെ പാടാണ്. പിന്നെ ആകെ ഉള്ളത് സത്യാമ്മയാണ്. സത്യാമ്മയോട് എന്താ വിളിച്ചിട്ട് പറയുക, നമ്മൾ രണ്ടുപേരും ഒരു റൂമിലാണെന്നോ, സത്യാമ്മ ഇങ്ങനെ ഒരു അവസരത്തിൽ വിളിച്ചു വരുത്തുന്നതിനേക്കാൾ ഭേദം ഇത് മുകളിലത്തെ നിലയിൽ നിന്നും ജനലിൽ കൂടെ അങ്ങ് താഴേക്ക് ചാടുന്നത് തന്നെയാണ് എന്നിങ്ങനെ പറയുകയാണ്. എന്നെ ഇവിടെ കണ്ടാൽ ആകെ പ്രശ്നം എന്നൊക്കെ പറയുകയാണ്. ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നും പറഞ്ഞാലോചിക്കുമ്പോൾ വിഷ്ണു പറയുകയാണ്, എന്താ ചെയ്യുക, കിടന്നുറങ്ങണം, അല്ലാതെ പിന്നെ എന്താന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം ഇവിടെ കിടന്നുറങ്ങാനോ അതൊന്നും പറ്റില്ല എന്ന് ശാലിനി പറയുന്നുണ്ട്. പിന്നെ ഇതെന്താ കടുവയുടെ മടയാണോ, ഉറങ്ങാൻ പറ്റില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. അല്ല ഇതെന്താ സമയം എന്നിങ്ങനെ വിഷ്ണു ചോദിക്കുകയാണ്. അന്നേരം എന്ത്, അല്ല ഇതിപ്പോൾ ഏതാ രാത്രിയാണോ പകലാണോ എന്നിങ്ങനെ വിഷ്ണു ചോദിക്കുന്നുണ്ട്. അപ്പോൾ രാത്രി എന്നിങ്ങനെ പറയുമ്പോൾ രാത്രി പിന്നെ മനുഷ്യന്മാരൊക്കെ എന്താ ചെയ്യുക എന്ന് വിഷ്ണു ചോദിക്കുകയാണ്. അങ്ങനെ ഉത്തരം എന്ന പോലെ ഉറങ്ങും എന്ന് പറയുകയാണ്. എങ്കിൽ പിന്നെ ഉറങ്ങിക്കൂടെ, അത് തന്നെ ഇവിടെ ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അന്നേരം അതൊന്നും എനിക്ക് കിടന്നുറങ്ങാനൊന്നും പറ്റില്ല എന്നിങ്ങനെ ശാലിനി പറയുമ്പോൾ എങ്കിൽ പിന്നെ നിന്നുറങ്ങുന്ന മനുഷ്യന്മാരെയൊന്നും ഞാൻ കണ്ടിട്ടില്ല, താനിവിടെ നിന്നുറങ്ങിക്കോ, ഞാൻ എന്തായാലും കിടന്നുറങ്ങാൻ പോവുകയാണ്, എനിക്ക് വയ്യാത്ത കാലം കൊണ്ട് മനുഷ്യനിവിടെ നിൽക്കാൻ പോലും വയ്യ, അപ്പോഴാണ് നിന്നുറങ്ങുന്നത്, ഞാൻ കിടന്നുറങ്ങാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് വിഷ്ണു ആണെങ്കിൽ ശാലിനിയൊക്കെ നോക്കി ഒരു അങ്ങിയൊക്കെ കാണിച്ചിട്ട് അങ്ങ് കട്ടിലേക്ക് പോവുകയാണ്. വേച്ചിങ്ങനെ പോയി വിഷ്ണു കട്ടിലിന് അടുത്തെത്തുമ്പോൾ അങ്ങോട്ട് വീഴാനായിട്ട് പോകുന്നുണ്ട്. അങ്ങനെ പെട്ടെന്ന് ശാലിനി അങ്ങ് പിടിക്കുകയാണ്. ശാലിനി വിഷ്ണുവിൻ്റെ കയ്യിലേക്ക് ഇടുപ്പിൽ കൂടെ അങ്ങ് പിടിക്കുമ്പോൾ വിഷ്ണുവും വട്ടം ചുറ്റി ശാലിനി അങ്ങ് പിടിക്കുകയാണ്. തുടർന്ന് അവരങ്ങനെ ആ ഒരു സീനിൽ കണ്ണിൽ നോക്കി നിൽക്കുന്നു. അത്രയുമാണ് എപ്പിസോഡിൽ കാണിക്കുന്നത്. അപ്പോൾ ആ പ്രമോയിൽ പറഞ്ഞ പോലെ അടുത്ത എപ്പിസോഡിൽ രണ്ടുപേരും ഒരു കട്ടിലിൽ തന്നെ കിടന്നുറങ്ങും. വിഷ്ണു ശാലിനിയെ നോക്കി കിടങ്ങുന്നതും പിന്നീട് ഉറങ്ങുന്നതും ഒക്കെയാണ്. പക്ഷേ പിറ്റേന്ന് കാർത്തിക വന്ന് റൂം തുറക്കുമ്പോൾ ഇവരിങ്ങനെ ഒരു കട്ടിലിൽ കിടക്കുന്ന കാണും. അതിനുശേഷം ഭാമയോട് പോയി പറയുന്നതും പിന്നീട് അവിടെ പ്രശ്നം ഉണ്ടാക്കുന്നതും ഒക്കെയാണ്. ഇതൊക്കെ അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പോൾ ഓക്കെ, താങ്ക് യു.